ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന പ്രതി ഹരികുമാറിനെ റിമാൻഡ് ചെയ്തു. നെയ്യാറ്റിൻകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത്. ഗോകുൽനാഥ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഇന്ന് പ്രതിയുമായി ആ വീട്ടിൽ, കൊലപാതകം നടന്ന വീട്ടിൽ തെളിവെടുപ്പ് നടത്തുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ജനരോഷമാണ് ഉണ്ടായത്. ഇപ്പോൾ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 2ാം ദിനം ആകുമ്പോഴും ഈ കൊലപാതകത്തിൽ കാരണം എന്താണ് എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയുണ്ടായിട്ടില്ല. ഗോകുൽ, സന്ധ്യ, തീർച്ചയായും ഈ വിഷയത്തിൽ ഒരു വ്യക്തത ഉണ്ടാകേണ്ടിയിരുന്നു. കഴിഞ്ഞ ദിവസം വന്ന വാർത്ത, അത് രാവിലെ കുട്ടിയെ കാണാതാകുന്നത് തുടങ്ങിയ വാർത്തയിൽ തുടങ്ങി. പിന്നീട് പോലീസിന്റെ അന്വേഷണം എത്തുന്നത് ഈ പ്രദേശത്തെ കിണറുമായി ബന്ധപ്പെട്ട് വീടിന് തൊട്ടടുത്തുള്ള കിണറിലേക്ക് തന്നെ ഈ അന്വേഷണം നീങ്ങുമ്പോൾ കുട്ടിയുടെ മൃതദേഹം കിണറ്റിൽ നിന്ന് ലഭിക്കുന്നു. പിന്നീട് പോലീസിന്റെ ശാസ്ത്രീയ പരിശോധന, പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ആദ്യമേ തെളിഞ്ഞിരുന്നു, പോലീസിന് ഉറപ്പുണ്ടായിരുന്നു ഇത് കുട്ടിയെ ആരോ ഇട്ടതാണ്, കിണറ്റിലിട്ടതാണെന്നുള്ള തരത്തിൽ തന്നെ പോലീസിന് പ്രാഥമികമായ ബോധ്യമുണ്ടായിരുന്നു. അതിനടുത്തരത്തിൽ ശാസ്ത്രീയമായ പരിശോധനകളും ഒക്കെ നടന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ കുട്ടിയുടെ ശ്വാസകോശത്തിൽ വെള്ളം കണ്ടെത്തി. അങ്ങനെ ഈ നാൾവഴികൾ, കേസിന്റെ നാൾവഴികളാകെ ഇങ്ങനെ നീങ്ങുമ്പോൾ കുടുംബത്തിന്റെ മൊഴികളിലായിരുന്നു വലിയ വൈരുദ്ധ്യമുണ്ടായിരുന്നത്. ആ വൈരുദ്ധ്യത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പോലീസിന്റെ അന്വേഷണം. വലിയ രീതിയിൽ തന്നെ ആ അന്വേഷണം ഇങ്ങനെ മുൻപോട്ട് പോവുകയും ചെയ്തു. കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത, പ്രാരാബ്ദങ്ങൾ തുടങ്ങി മറ്റ് ബന്ധങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിലേക്ക് ഈ അന്വേഷണം നീങ്ങുകയും ചെയ്തു. അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഈ കുടുംബത്തിലെ 4 പേരെ ചേർത്തുകൊണ്ട് പോലീസ് ചോദ്യം ചെയ്യാനായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. ഇത്തരത്തിലുള്ള ആ ചോദ്യം ചെയ്യലിൽ ഈ കുട്ടിയുടെ മുത്തശ്ശിക്ക് പങ്കില്ല എന്ന് പ്രാഥമികമായിട്ട് പോലീസിന് മനസ്സിലാകുകയും പിന്നീട് ഇവർക്ക് പങ്കില്ല എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് ബാക്കി 3 പേരിലേക്കായി അന്വേഷണം. അത് കുട്ടിയുടെ അച്ഛൻ, അതേപോലെ അമ്മാവൻ ഹരികുമാർ, അമ്മ ശ്രീതു തുടങ്ങിയ 3 പേരിലേക്ക് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോൾ ആദ്യം ശ്രീതുവിന്റെ സാമ്പത്തികമായ ഭദ്രതയില്ലായ്മ, അതേപോലെ തന്നെ കടങ്ങൾ, ഇത് കേന്ദ്രീകരിച്ചുകൊണ്ടും പോലീസ് അന്വേഷണം നടത്തി. എന്തായാലും അത്തരത്തിൽ വലിയ കടങ്ങൾ ശ്രീതുവിനുണ്ട് എന്ന് പോലീസ് ഇപ്പോഴും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് അത് എത്തരത്തിൽ വന്ന കടമാണെന്നോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അത് സാമ്പത്തികമായ ഒരു ക്രമക്കേടിന്റെ ഭാഗമായാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതിലും ഒരു വ്യക്തതയില്ലല്ലോ. ഈ പൂജാരിക്ക് ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതിലും ഒരു വ്യക്തതയില്ലല്ലോ. സന്ധ്യ, രാവിലെയാണ് ഈ കരിക്കകം സ്വദേശിയായിട്ടുള്ള പൂജാരി ശംഖുമുഖം ദേവിദാസനെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. അത് ഈ കുട്ടിയുടെ അമ്മ സാമ്പത്തികമായി ചില ആരോപണങ്ങൾ ഈ പൂജാരിക്കെതിരെ ഉന്നയിച്ചിരുന്നു. അതൊരു 30 ലക്ഷം രൂപ തന്റെ വീട്ടിൽ നിന്നും കാണാനില്ല തുടങ്ങിയ ഈ പരാതി മുൻപ് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ കുട്ടിയുടെ അമ്മ ശ്രീതു ഉന്നയിക്കുകയും ചെയ്തിരുന്നു, പരാതിയായി നൽകുകയും ചെയ്തിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അതുമായി ബന്ധപ്പെടുത്തി ഈ മരണത്തെ കാണാൻ സാധിക്കുമോ, ഇനി അത്തരത്തിൽ വലിയ അന്ധവിശ്വാസങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. എന്തായാലും അത്തരത്തിൽ അന്ധവിശ്വാസവുമായിട്ട് ബന്ധമില്ല, ഈ കൊലപാതകത്തിന് ബന്ധമില്ല എന്ന് മുൻപ് റൂറൽ SP തന്നെ പറഞ്ഞിട്ട്, അത് നെയ്യാറ്റിൻകര DYSP മുൻപ് അത് വ്യക്തമാക്കിയതാണ്. അത്തരത്തിൽ ഈ കൊലപാതകവുമായി ഈ അന്ധവിശ്വാസങ്ങൾക്കോ കാര്യങ്ങൾക്കോ അങ്ങനെ ചേർത്ത് വായിക്കേണ്ടതില്ല എന്ന് പോലീസ് മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തതാണ്. എന്തായാലും ഇപ്പോൾ ഈ പ്രതിയെ ഹരികുമാറിനെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. നെയ്യാറ്റിൻകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുൻപിലാണ് ഹാജരാക്കിയത്. തുടർന്ന് പ്രതിയെ റിമാൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിലിലേക്കാണ് പ്രതിയെ മാറ്റിയിട്ടുള്ളത്. പോലീസിനെ വലയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഈ മൊഴികളിലെ വൈരുദ്ധ്യം, അതേപോലെ തന്നെ ഈ മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണ് ഹരികുമാർ എന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 6-7 വർഷമായി ഇത്തരത്തിൽ ഈ മാനസികാസ്വാസ്ഥ്യത്തിനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഹരികുമാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹരികുമാറിന്റെ മൊഴികളിലെ വൈരുദ്ധ്യം, അതേപോലെ തന്നെ ഈ മൊഴികൾ വിലക്കെടുക്കാൻ സാധിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ പോലീസിന് മുൻപിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ ഇത്രത്തോളം ഈ 2 ദിവസം നീണ്ടു നിന്ന തരത്തിലേക്ക് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുന്നത്. നീണ്ടുപോയത് അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഹരികുമാറിനെ ഹാജരാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കണമെന്നുള്ളൊരു നടപടിച്ചട്ടം ഉള്ളതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഹാജരാക്കിയത്. ഇല്ലെങ്കിൽ ഇനിയും അത് നീളേണ്ട ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിരുന്നു. കാരണം ഇപ്പോഴും പോലീസിന് ഇതിൽ തുമ്പുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. വ്യക്തമായ തെളിവുകൾ ഒന്നും തന്നെയില്ല. ഹരികുമാറിന്റെ മൊഴികൾ മാത്രമാണുള്ളത്. ഹരികുമാർ ഈ കൊലപാതകം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കൃത്യമായ തെളിവുകളോ തുമ്പുകളോ ഉണ്ടാക്കുന്നതിൽ പോലീസ്